ഡിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും ശ്രീലങ്കയിലും ഇന്തോനേഷ്യയിലും തായ്ലൻഡിലുമായി മരണം 1000 കടന്നു. ഇന്തോനേഷ്യയിൽ മാത്രം മരണസംഖ്യ 600-ലധികമാണ്. ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി പ്രസിഡന്റ് അനുര കുമാര ദിസനായകെ അറിയിച്ചു. ഡിറ്റ്വ സെനിയാർ ചുഴലിക്കാറ്റുകളിൽ മരണസംഖ്യ 1000 കടന്നു. ശ്രീലങ്ക, ഇന്തോനേഷ്യ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലാണ് ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും 1000-ലധികം ആളുകൾ മരിച്ചത്. ഇന്തോനേഷ്യയിൽ മാത്രം 604 പേർ മരിച്ചു. ശ്രീലങ്കയിൽ 366 പേരും തായ്ലൻഡിൽ 176 പേരും മരിച്ചു. മലാക്ക കടലിടുക്കിൽ രൂപപ്പെട്ട സെനിയാർ ചുഴലിക്കാറ്റാണ് ഇന്തോനേഷ്യയിൽ ഇത്രയധികം പേരുടെ മരണത്തിലേക്ക് നയിച്ച ദുരന്തത്തിന് കാരണം. ഇന്തോനേഷ്യയിൽ ചുഴലിക്കാറ്റ് ഏറ്റവും അധികം ബാധിച്ചത് സുമാത്ര ദ്വീപിനെയാണ്. 28 കോടി പേർ ജീവിക്കുന്ന 17,000 ദ്വീപുകളാണ് ഇന്തോനേഷ്യയിലുള്ളത്. പ്രളയബാധിതമായ സുമാത്രയിൽ മാത്രം 6 കോടിയാണ് ജനസംഖ്യ. ,2 കോടി ജനങ്ങൾ ജീവിക്കുന്ന ശ്രീലങ്കയിൽ തലസ്ഥാനമായ കൊളംബോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രളയത്തിൽ വലിയ നാശനഷ്ടമുണ്ടായി. 7.2 കോടി ജനസംഖ്യയുള്ള തായ്ലൻഡിലെ സോങ്ഖല പ്രവിശ്യയെയാണ് പ്രളയം വൻതോതിൽ ബാധിച്ചത്. ശ്രീലങ്കയിലും ഇന്തോനേഷ്യയിലും പ്രളയബാധിതർക്ക് ഭക്ഷണമെത്തിക്കാൻ സൈന്യത്തെ നിയോഗിച്ചു. പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനായകെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.